കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു പുതിയ ദിവസത്തിന്റെ പ്രഭാതം കൂടെ കാണുവാൻ, നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ വലിയവനായ കർത്താവ് തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിന്റെ ഈ നല്ല പ്രഭാതം, ഓരോ പുതിയ ദിവസങ്ങളും പുത്തൻ പ്രതീക്ഷകളുമായിട്ടാണ് കടന്നു വരുന്നത്. മനുഷ്യ ജീവിതങ്ങൾക്ക് പ്രത്യാശ നൽകുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് അവസ്ഥകളിലും നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ധൈര്യപ്പെടുത്തുന്ന, നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. ഈ തിരുവചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പുതിയ ദിവസം ആരംഭിക്കാം. ഇന്നത്തെ പ്രഭാത മന്നയുടെ ചിന്താവിഷയം നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ്. നാനാത്വത്തിൽ ഏകത്വം. ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം, അതിന്റെ 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. എഫെസ്യർ ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് ക്രിസ്തുവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് ക്രിസ്തുവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. ദൈവത്തിന് സ്തോത്രം. നാനാത്വത്തിൽ ഏകത്വം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചെറുപ്രായത്തിൽ സ്കൂളിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ച് പഠിച്ചപ്പോൾ നാനാജാതി മതസ്ഥരും ഭാഷക്കാരും ആയിട്ടുള്ള ആളുകൾ ഏകോദര സഹോദരങ്ങളെ പോലെ വസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസ്ഥയാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് നാം പഠിച്ചിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവിന്റെ പുനരുത്ഥാനത്തിന് മുമ്പ് വരെ കർത്താവിന്റെ അനുയായികൾ എന്ന് പറയുന്നത് യഹൂദന്മാർ മാത്രമായിരുന്നു. എന്നാൽ കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം, അതായത് സ്തേഫാനോസിന്റെ മരണത്തിന് ശേഷം, യഹൂദ പാരമ്പര്യങ്ങളോ യഹൂദ മര്യാദകളോ ഒന്നും അനുസരിക്കാതിരുന്ന വിജാതീയരായിട്ടുള്ള ധാരാളം ആളുകൾ പെട്ടെന്ന് സഭയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇത് പലരെയും അസ്വസ്ഥരാക്കി. എന്നാൽ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് എല്ലാ ജാതികളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും നിന്നുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞതാണെന്നാണ് വചനം പറയുന്നത്. നാം വെളിപ്പാട് പ്രവചനം അതിന്റെ 7-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. വെളിപ്പാട് 7:9. അവിടെ എന്താ വായിക്കുന്നത്? ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവരായി ആർക്കും എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം കയ്യിൽ കുരുത്തോല പിടിച്ചുകൊണ്ട് കുഞ്ഞാടിനും സിംഹാസനത്തിനും, കുരുത്തോലയുമായി കുഞ്ഞാടിനും സിംഹാസനത്തിനും മുമ്പാകെ നിൽക്കുന്നതും ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. അവിടെ യോഹന്നാൻ തന്റെ ദർശനത്തിൽ എന്താ കാണുന്നത്? സകല ജാതികളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിൽ നിന്നുള്ളവരായി എണ്ണിക്കൂടാത്തൊരു വലിയ പുരുഷാരം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നും വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും ഒത്തുചേരുന്ന വിശ്വാസികളുടെ, അല്ലെങ്കിൽ വിശ്വാസികളാകുന്ന ജീവനുള്ള കല്ലുകളെ കൊണ്ടാണ് സത്യസഭയെ പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തോട് അറിയിക്കുവാനുള്ള നിത്യ സുവിശേഷം അറിയിക്കുന്ന ദൂതനെ കുറിച്ച് തിരുവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് 14:6. വെളിപ്പാട് 14:6. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോടറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. എന്താ മനസ്സിലായി? അതായത് ക്രിസ്തുവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്ന സഭയിൽ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരുടെ നാനാത്വത്തിലുള്ള ഏകത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സത്യസഭ അത് സകല ജാതിയിലും ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും നിന്നുള്ള ദൈവജനത്തിന്റെ കൂട്ടമാണ്. അതാണ് സത്യസഭ. ആ സഭയെ ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ അടിസ്ഥാനമിട്ട് പണിതിരിക്കുന്ന കെട്ടിടത്തോടാണ് സാദൃശ്യീകരിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സത്യസഭയുടെ ഭാഗമായിരിക്കാൻ, അംഗമായിരിക്കാൻ കർത്താവ് നമുക്ക് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. ഏതെങ്കിലും പ്രത്യേക
വിഭാഗത്തിന്റെയോ ഏതെങ്കിലും പ്രത്യേക ജാതിയുടെയോ ഏതെങ്കിലും പ്രത്യേക നിറക്കാരുടെയോ കൂട്ടമല്ല സഭ. പിന്നെയോ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരുടെ കൂട്ടമാണ് സഭ. അവരുടെ ആ ഒരുമിച്ചുള്ള കൂട്ടം നാനാത്വത്തിൽ ഏകത്വമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം നമുക്ക് ഏകോദര സഹോദരങ്ങളെ പോലെ സത്യസഭയുടെ അംഗങ്ങളായിട്ട് നിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സത്യസഭയുടെ ഭാഗമാകുവാൻ എന്റെ കർത്താവ് എനിക്ക് തന്ന അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരുണ്ട്. ആഞ്ഞിലിത്താനം സഭയിലെ ആൽവിൻ സജിയുടെ ജന്മദിനമാണ്. പ്രിയ മകനെ കൂടെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിന്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിന്റെ ഈ നല്ല പ്രഭാതത്തില് അടിയങ്ങൾക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ധ്യാനിച്ചുകൊണ്ട് അടിയങ്ങളുടെ പുതിയ ദിവസം ആരംഭിക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. നിങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, സത്യസഭ അത് സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരിൽ നിന്നുള്ള ദൈവമക്കളുടെ കൂട്ടമാണെന്നും ആ സഭയുടെ ഭാഗമാകുവാൻ കർത്താവ് നിങ്ങൾക്ക് ഭാഗ്യം തന്നിരിക്കുന്നു എന്നും നിങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. രോഗങ്ങളിലും ഭാരങ്ങളിലും ഒക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് മനസ്സലിയണമേ. കർത്താവിന്റെ കരം പ്രിയ മക്കളുടെ മേൽ തൊടുമാറാകണമേ. അതുപോലെ ജന്മദിനമുള്ള പ്രിയ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം പ്രിയ മകന് എല്ലാ അനുഗ്രഹത്തിന്റെയും വർഷമാക്കി തീർക്കണമേ. ഇന്നത്തെ പകൽക്കാലം കർത്താവെ, ഇവിടുത്തെ കൃപയാൽ അടിയങ്ങളെ നിറയ്ക്കണമേ. ദൈവ വഴികളിൽ നടക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.